ഹലോ മക്കളെ, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഐറ്റം ആയിട്ടാ. എന്താ ഐറ്റം എന്നല്ലേ നിങ്ങൾക്ക് തന്നെ അറിയാം. എന്താണ്, നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട് അല്ലേ? ശരി, നമ്മൾ 100% ഷുവർ ക്വസ്റ്റ്യൻ ഏരിയാസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ +2 ബിസിനസ് സ്റ്റഡീസിൽ മാക്സിമം സ്കോർ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ എയിം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ രാപ്പകലില്ലാതെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും സമയം കളയാതെ നമുക്ക് എന്ത് ചെയ്യാം, ഏരിയാസിലേക്ക് പോകാം. അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും ചോദിക്കാൻ സാധ്യതയുമുള്ള ഏരിയാസാണ് നമ്മൾ 100% ഷുവർ ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏരിയാസ് നിങ്ങൾ പഠിച്ചു പോയ ഈ ഭാഗങ്ങളിൽ നിന്ന് മാക്സിമം ചോദ്യങ്ങൾ വരും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ് മക്കളെ, നോക്കി വെച്ചോ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് സ്റ്റാഫിംഗ് ചാപ്റ്റർ. അപ്പോൾ 1 മുതലുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്കറിയാം ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് നമ്മൾ ഫോക്കസ് ഏരിയാസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റാഫിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. സ്റ്റാഫിങ്ങിൽ എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിങ് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിങ് പല ചോദ്യ പേപ്പറിലും എപ്പോഴും ചോദിക്കാറുള്ള വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിങ്, അല്ലെങ്കിൽ ലിസ്റ്റ് ഔട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിങ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, സ്റ്റാഫിംഗ് പ്രോസസ്സ്. മക്കളെ നിർബന്ധമായും പഠിച്ചു വെച്ചോ, ഒരു സംശയം വേണ്ട, ചോദിക്കുമെന്നുള്ളത്. അതിൽ മാൻ പവർ പ്ലാനിങ് മുതൽ അവസാനം നമ്മൾ ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് വരെ എത്തി നിൽക്കുന്ന നമ്മുടെ സ്റ്റാഫിംഗ് പ്രോസസ്സ്. ഇതിൽ റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും ഒരു രക്ഷയില്ല, നിർബന്ധമാണ് മക്കളെ. 100% ഷുവർ റിക്രൂട്ട്മെൻറ്റിനും സെലക്ഷനും ചോദ്യങ്ങളില്ലാത്തൊരു ചോദ്യ പേപ്പർ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ എന്താണ്, ഓക്കെ, അപ്പോൾ റിക്രൂട്ട്മെൻറ്റിൽ നമ്മൾ ചോദിക്കുന്ന ഏരിയാസ് എന്തൊക്കെയാണ്? സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, അതിൽ ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ എപ്പോഴും മാറി മാറി ചോദിക്കാറുണ്ട് സോഴ്സ് ഓഫ് റിക്രൂട്ട്. അതേപോലെ തന്നെ ഇൻറ്റേർണലിൻ്റെയും എക്സ്റ്റേണലിൻ്റെയും മെറിറ്റ്സ് ഓർ ലിമിറ്റേഷൻസ്, ഇതിലേതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ടും ചോദിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഓക്കെ, പിന്നെ പറയുന്നത് സെലക്ഷനാണ്. സെലക്ഷനെ കുറിച്ച് നമുക്കറിയാം അല്ലേ? സെലക്ഷൻ എങ്ങനെയായാലും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കാറുണ്ട്. സെലക്ഷനിൽ നിന്ന് സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ്, സെലക്ഷൻ്റെ ഡിഫറെൻറ്റ് ടെക്നീക്സ് എങ്ങനെയാണ്, ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് ചോദിക്കുന്ന ഏരിയയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ട്രെയിനിങ്ങിൻ്റെ ഏരിയയിൽ വരുന്നത് ട്രെയിനിങ് മെത്തേഡ്സ്. ട്രെയിനിങ് മൊത്തമായിട്ടല്ല പറയുന്നത്, ട്രെയിനിങ് മെത്തേഡ്സ്. ട്രെയിനിങ്ങിനകത്തുള്ള വരുന്ന ട്രെയിനിങ് മെത്തേഡ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ് ഒന്ന് ഓൺ ദ ജോബ് ട്രെയിനിങ്. അതിൽ ജോബ് റൊട്ടേഷനൊക്കെ പോലെയുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും വരാറുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. 1 മാർക്കിന് പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് ഈ ഓൺ ദ ജോബിലും ഓഫ് ദ ജോബിലും ഡിഫറൻ്റ് ആയിട്ടുള്ള മെത്തേഡുകൾ തന്നുകൊണ്ട് ഇത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. മറക്കരുത്, നമ്മുടെ PYQs ഡിസ്കസ് ചെയ്ത വീഡിയോസ് നിർബന്ധമായിട്ട് കണ്ടിരിക്കുക. അതിൽ എല്ലാ ഏരിയാസിൻ്റെയും PYQs നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൽ ഈ ഓൺ ദ ജോബ് ഓഫ് ദ ജോബ് മെത്തേഡുകളെ കുറിച്ച് നിർബന്ധമായിട്ടും നമ്മൾ പറഞ്ഞതായിട്ട് ഓർക്കാൻ പറ്റും. അതേപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും തമ്മിലുള്ള ഡിഫറൻസസ് ഒരു 4-5 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് തവണ സെയിം റൈറ്റ് ഡൗൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ എന്നുള്ളതും, അതേപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സ് എന്താണ് അത് കൊടുക്കും. എന്നിട്ട് ഇത് ഏതാണ് പ്രോസസ്സ് എന്ന് തിരിച്ചറിയുക. അതിൽ സ്റ്റാഫിംഗ് ഉണ്ടാവും, റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാവും, പല പ്രോസസ്സുകൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതിൽ ഇത് ഏത് പ്രോസസ്സാണ് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും നിർബന്ധമായിട്ട് അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് തന്നെ, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം, ഡിഫറൻഷിയേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ അതിലെ ഷുവർ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റിങ്ങിൽ ഷുവർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ അതിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്റ്റിങ് പലപ്പോഴും ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്റ്റിങ് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് ആണ് ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, 100% എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് ചോദിച്ചിരിക്കും. അതിലേതും ആയിക്കോട്ടെ, അത് സൂപ്പർവിഷൻ ആയിക്കോട്ടെ, മോട്ടിവേഷൻ ആയിക്കോട്ടെ, ലീഡർഷിപ്പ് ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, ഇതാണല്ലോ ഡയറക്റ്റിംഗിലുള്ളത്, എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്. ഇതിൽ നിന്ന് നിർബന്ധമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കും മക്കളൊരു സംശയം വേണ്ട. അതിൽ തന്നെ മോട്ടിവേഷനിൽ നമുക്ക് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത് നോൺ ഫിനാൻഷ്യലും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സുമാണ്. ഓക്കെ, പലതരം ഇൻസെൻറ്റീവ്സ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു ഇൻസെൻറ്റീവ്സ് എല്ലാ ചോദ്യ പേപ്പറിലും എപ്പോഴും കാണുന്നതാണ്. ലീഡർഷിപ്പിൽ എപ്പോഴും ചോദിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽ, അതൊരു ഓട്ടോക്രാറ്റിക് ആകട്ടെ, ഡെമോക്രാറ്റിക് ആകട്ടെ, ലേസസ് ഫെയർ ആകട്ടെ, ഏതെങ്കിലും ഒരു ലീഡറിൻ്റെ ക്വാളിറ്റി പറയും. എന്നിട്ട് താഴെ പറയുന്ന ഓപ്ഷൻസിൽ നിന്ന് ഏതാണ് ഈ മുകളിൽ പറഞ്ഞ ക്വാളിറ്റിയുള്ള ലീഡറിൻ്റെ പേര് എന്നുള്ളത് ചോദിക്കുന്ന ചോദ്യങ്ങൾ എല്ലാ ചോദ്യ പേപ്പറിലും നിർബന്ധമായിട്ട് ഒരിക്കൽ ഉണ്ടാവാറുണ്ട്. കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വരാറുള്ളത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ഫോർമൽ
ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് ഒരു ചോദ്യം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ മോസ്റ്റ് പ്രോബബ്ലി വന്നിരിക്കും എന്നുള്ളതാണ്. ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ 100% ഏതെങ്കിലും ഒരു ബാരിയർ, അത് സെമാൻറ്റിക് ബാരിയർ ആണോ ലാംഗ്വേജ് ബാരിയർ ആണോ, ഏതെങ്കിലും ഒരു ബാരിയർ നിർബന്ധമായിട്ടും, അറ്റൻഷൻ ബാരിയർ, സൈക്കോളജിക്കൽ ബാരിയർ, നിരവധി ബാരിയേഴ്സ് പഠിച്ചിട്ടുണ്ട്. 1 മാർക്കിനെങ്കിലും അത് ചോദിച്ചിരിക്കും. ഒറ്റ ചോദ്യത്തിന് ആൻസർ ഒറ്റ സ്ട്രെച്ചിൽ എഴുതാൻ പറ്റിയിരിക്കണം എന്നുള്ളതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ നോക്കിയിരിക്കുക. കൺട്രോളിങ് ചാപ്റ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൂട്ടത്തിൽ കുറച്ച് വെയിറ്റേജ് കുറഞ്ഞിട്ടുള്ള എങ്കിൽ പോലും ടേം ടു എക്സാം ആണ്, ഫോക്കസ് ആയിട്ട് ഈ ഏരിയയിൽ നിന്ന് വരുന്നതുകൊണ്ട് മാക്സിമം ചോദ്യങ്ങൾ വരും. കൺട്രോളിങ് വളരെ എന്താ പറയുക അൺപ്രഡിക്റ്റബിൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ വി ക്യാൻ പ്രിഡിക്റ്റ്, അതാണ് എൻ്റെ രസം അല്ലേ. എന്താ നോക്കാം. അതിൽ ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിങ് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഈ ഇമ്പോർട്ടൻസ് കൺട്രോളിങ്ങിൽ എപ്പോഴും ചോദിക്കാനുള്ളതെന്ന് പറയാൻ കാരണം കൺട്രോളിങ് പ്ലാനിങ്ങുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ കൺട്രോളിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പ്ലാനിങ് ഇമ്പോർട്ടൻസ് കൂടി ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ സ്റ്റെപ്സ് ഇൻ കൺട്രോളിങ് പ്രോസസ്സ് 100% ഉറപ്പാണ്. ഓക്കെ, അത് ഈ പറയുന്ന ഏത് സ്റ്റെപ്സ് ആയിക്കോട്ടെ, ഇതിലേതെങ്കിലും ഒന്നോ ഇനി എല്ലാം കൂടി ലിസ്റ്റ് ഔട്ട് ചെയ്യാനോ എപ്പോഴും ചോദിക്കാറുണ്ട്, നിർബന്ധമായിട്ടും മറക്കാതെ. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. പ്ലാനിങ്ങും കൺട്രോളിങ്ങും 100% ഷുവറായിട്ട് വരുന്ന ഒരു ഏരിയയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് എന്ന് പറയുന്നത്. ഇതിൽ ടെക്നിക്സ് ഓഫ് കൺട്രോളിങ് എന്നുള്ള ഭാഗവും എപ്പോഴും ചോദിക്കാറുണ്ട്. അതിൽ നിന്ന് ചോദിക്കാറുള്ളത് ട്രഡീഷണൽ ടെക്നിക്കും മോഡേൺ ടെക്നിക്കിലും ഏതെങ്കിലും ഒരു ഐറ്റം എടുത്തിട്ടോ ഇനി ഇത് അല്ല എന്നുണ്ടെങ്കിൽ ഇവയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. ഇതിൽ പൊതുവെ ചോദിക്കാറുള്ളത് ഏതെങ്കിലും ഒരു തരം കൺട്രോളിങ്ങിനെ പറയും, എന്നിട്ട് ആ ട്രഡീഷണൽ ടെക്നിക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് ട്രഡീഷണൽ ടെക്നിക്കാണോ മോഡേൺ ടെക്നിക്കാണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ മോഡേൺ ടെക്നിക്കിൽ പല ടെക്നിക്കുകളുണ്ട്, അതിൽ പല ടെക്നിക്കുകളുടെ മെത്തേഡ് എന്നിട്ട് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ, അത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഷോർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതിൽ MIS മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, PERT, CPM ഒക്കെ പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട് എന്നുള്ളതാണ്. ഇനി 9ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബിസിനസ് സ്റ്റഡീസ് പഠിക്കുന്നവരുടെ ബാക്ക് ബോൺ ആണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇതിൽ ചോദിക്കാറുള്ള ഏറ്റവും ഒന്ന് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, വെൽത്ത് മാക്സിമൈസേഷൻ തമ്മിലുള്ള വ്യത്യാസം. അത് 2 ഒബ്ജക്റ്റീവ്സാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ. എന്താണ് ഇത് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ എന്താണ് തമ്മിലുള്ള ഡിഫറൻസസ്, അല്ലെങ്കിൽ ഈ 2 ഒബ്ജക്റ്റുകളെ പറ്റി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതുക എന്നുള്ളത് എപ്പോഴും ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഫിനാൻഷ്യൽ ഡിസിഷൻ ആണ്. അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫിനാൻസിങ് ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻസ് നിർബന്ധമാണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിവിഡൻഡ് ഡിസിഷൻസ് ഒക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിലെ ഏരിയാസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിൽ വരുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, അതേപോലെ തന്നെ ഫിക്സ്ഡ് ക്യാപിറ്റൽ, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയാസ് എല്ലാം ചോദിക്കാറുണ്ട്. ഇതിൽ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ എപ്പോഴും ചോദിക്കാറുള്ളത് യൂഷ്വലി ഇതിൽ ഇമ്പോർട്ടൻസ് ഓർ ഒബ്ജക്റ്റീവ്സിനേക്കാൾ ഉപരി ചോദിക്കാറുള്ള ഒരു 1 മാർക്കിനാണ്. അത് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ആ 2 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലോ. ഫിനാൻഷ്യൽ പ്ലാനിങ് എന്നവർ കറക്റ്റ് സമയത്ത് ഫണ്ട് അവൈലബിൾ ആക്കുക, അതേപോലെ തന്നെ സർപ്ലസ് ഫണ്ട് കളക്ട് ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് രണ്ടും ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് വെച്ചിട്ട് താഴെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ പ്ലാനിങ്, അങ്ങനെ പല പ്രോസസ്സുകളും കൊടുക്കും. ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ് എന്ന് കൊടുത്തിട്ട് അതിൻ്റെ ഉത്തരം എന്തായിരിക്കും, ഫിനാൻഷ്യൽ പ്ലാനിങ് ആയിരിക്കും. ഇത്തരം ഒരു ചോദ്യം എപ്പോഴും വരാറുണ്ട്. അല്ലെങ്കിൽ ലിസ്റ്റ് ഡൗൺ ദ 2 ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ്. നമുക്കറിയാം കറക്റ്റ് സമയത്ത് ഫണ്ട് അവൈലബിൾ ആക്കുക, അതേപോലെ തന്നെ സർപ്ലസ് ഫണ്ട് കളക്ട് ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ഷുവർ ക്വസ്റ്റ്യൻസ് ഏരിയാസ്. മക്കളെ നന്നായിട്ട് പഠിച്ചോ, പ്രാക്ടീസ് ചെയ്തോ. ബാക്കിയുള്ള ഏരിയാസ് നിർബന്ധമായിട്ട് നോക്കണം. ഈ ഏരിയാസിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് വന്നിരിക്കും എന്നുള്ള കാര്യത്തിൽ നിർബന്ധമാണ്. 100% ഷുവറാണ് മക്കളെ. ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് എക്സാം എഴുതാം.